ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഹലോ മുത്തശ്ശി. എടി, നീ നിന്റെ അച്ഛനോട് സംസാരിച്ചതേ എന്തോ വലിയ കൊലക്കുറ്റം ചെയ്ത പോലെ പറഞ്ഞു നടക്കുക നിന്റെ അമ്മ. കുടുംബത്തിനെ ചതിച്ചവളെ കുറിച്ച് ഒരു വാക്കുപോലും നിന്റെ അമ്മയുടെ നാവിൽ നിന്ന് വരുന്നില്ല. എനിക്കറിയാം മുത്തശ്ശി, അമ്മയും അച്ഛനും ഒക്കെ അങ്ങനെ തന്നെ പെരുമാറും. ആ, അതൊരു വശത്ത് കിടക്കട്ടെ. എടി, കണിമംഗലത്തെ അവസ്ഥ എന്താ? ഇവിടെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. കുഴപ്പമുണ്ട്. രാധിക പുറപ്പെട്ടു പോയെങ്കിലുവേ വരുൺ ഇപ്പോഴും അവളെ തേടി നടക്കുക. എന്തെങ്കിലും കാരണവശാൽ വരുൺ അവളെ കണ്ടെത്തിയ പിന്നെ അവര് തമ്മിൽ വേർപിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് വരുണിനെ നീ നിന്റെ നിയന്ത്രണത്തിൽ നിർത്തണം. മുത്തശ്ശി, വരുൺ എവിടാണെന്ന് പോലും എനിക്ക് അറിയത്തില്ല. ഫോൺ ചെയ്ത് ചോദിക്കണം. മറുപടി എന്തായിരിക്കും എന്ന് മുത്തശ്ശിക്ക് അറിഞ്ഞൂടെ? ഇനി എന്നെ കൊണ്ടൊന്നും നടക്കുമെന്നൊന്നും തോന്നുന്നില്ല. എടി, ഇത്രയും കാലം നമ്മൾ ജയിച്ചു നിന്നില്ലേ? വരുണിന് അവളോട് ഇഷ്ടമാണെന്ന് അറിഞ്ഞിട്ടും അവള് രഹസ്യമായിട്ട് അവനെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടും നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയില്ലേ? ഇനിയും അത് തന്നെ വേണം. പിന്നെ നീ വിളിച്ചിട്ട് വരുൺ വരുന്നില്ലെങ്കിൽ പത്മിനിയെ കൊണ്ട് വിളിപ്പിക്കണം. കരഞ്ഞ് കാല് പിടിച്ചോ, പത്മിനിക്ക് സുഖമില്ലെന്ന് പറഞ്ഞോ, അവനെ ഇവിടെ തിരിച്ചെത്തിക്കാൻ പറയണം. എന്നിട്ട് നിന്റെ അടുത്തെത്തിയാല് പിന്നെ അവനെ പുറത്തേക്ക് വിടരുത്. അമ്മ ഞാൻ എന്ത് പറഞ്ഞാലും അതുപോലെ ചെയ്യും. ഇതിപ്പോ അമ്മയോട് തന്നെ പറയാം, അല്ലേ മുത്തശ്ശി? ആ, പത്മിനെയും പരമേശ്വരനെയും നീ കയ്യിലെടുക്കണം. അവർക്ക് നിന്റെ അവസ്ഥയിൽ എത്രമാത്രം സങ്കടം തോന്നിയോ അത്രയ്ക്കാണ് നിന്റെ ജയം. മനസ്സിലായോടി? അച്ഛനും അമ്മയും ചെറിയമ്മയും ചെറിയച്ഛനൊന്നും പ്രശ്നമില്ല. മുത്തശ്ശിയായ ഏറ്റവും വലിയ കുഴപ്പം. അവരായതിനൊക്കെ കൊട പിടിച്ചു കൊടുക്കുന്നത്. നിന്റെ സ്ഥാനത്തും ഞാനെങ്ങാനും ആയിരുന്നെങ്കിലേ അവളെ ഉണ്ടല്ലോ, ജയഭാരതിയെ ഇപ്പൊ കൊന്നിട്ടുണ്ടാവുമായിരുന്നു. കുടുംബത്തിന് പാരമ്പര്യം ഉണ്ടെന്ന് പറഞ്ഞ് കെട്ടിലമ്മ ചമഞ്ഞ് നടന്നാ പോരാ, അതിന്റെ ഗുണം കാണിക്കണം. വരട്ടെ, എന്നെങ്കിലും ഒരു ദിവസം അവരെന്റെ കയ്യിൽ കിട്ടും. അന്ന് ഞാൻ അവർക്കുള്ളത് കൊടുത്തോളാം. പിന്നെ തൽക്കാലം ഞാൻ പറഞ്ഞതുപോലെ നീ ചെയ്യ. ഞാൻ അമ്മയെ കൊണ്ട് വരുണിനെ വിളിപ്പിക്കാം. ഞാനൊന്നും വിട്ടുകൊടുക്കില്ല. അങ്ങനെ പറ. അങ്ങനെ ഒരു തീരുമാനം മനസ്സിൽ ഉറപ്പിച്ചാല് വഴി വെട്ടാനുള്ള ആയുധങ്ങൾ നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. മനസ്സിലായോ? മനസ്സിലായി മുത്തശ്ശി. എന്നാ വെച്ചോ.